ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡൈനിങ് ഹാൾ ആൻഡ് യൂട്ടിലിറ്റി ഏരിയ ടൂറായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ എങ്ങനെയാണ് ക്രോക്കറി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ അതിൻ്റെ അടിയിലുള്ള സ്പേസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനും റിപ്ലൈ കൊടുക്കാനും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു ബൊഹോമിയൻ തീമിലുള്ളൊരു ഡെക്കർ വാൾ ഹാങ്ങിങ് വെച്ചിട്ടുണ്ട്. അതിലൊരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ക്രോക്കറി ഷെൽഫാണുള്ളത്, 2 സൈഡിലായിട്ട്. രണ്ട് സൈഡിലും 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് ആണ്, അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. പിന്നെ നമുക്ക് താഴ്ഭാഗത്തും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെ 4 സീറ്റർ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 6 സീറ്റർ ആക്കിയിട്ടില്ല, പക്ഷേ അതിനേക്കാളും കുറച്ച് ലെങ്ത് കുറവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം 1 സൈഡ് നമ്മൾ മൊത്തം കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുഷ്യൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ സൈസ് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിനകത്തിട്ടിരിക്കുന്ന വെബിൾസ് എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതായിരുന്നു. അതായത് യെല്ലോ, റെഡ്, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം മാറ്റി നമുക്കത് അത്രയ്ക്ക് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കളർ പെബിൾസ് വാങ്ങിച്ചതാണ്. ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള കളേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിനകത്തിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ. പക്ഷേ ഇപ്പോൾ മോള് ചെയറിൽ കയറി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുക, പൊട്ടിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഒന്നും വെക്കാറില്ല. ഈ ഒരു ഫോർക്ക് ആൻഡ് സ്പൂൺ ഓർഗനൈസർ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ക്രോക്കറി ഷെൽഫിൽ കുറച്ച് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് ക്രോക്കറി കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ കുറച്ച് സെറാമിക് പാത്രങ്ങളും ബൗൾസൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ മുകളിലത്തെ ഷെൽഫിൽ ഞാൻ ഓവൻ്റെ റാക്കും പിന്നെ ടേൺ ടേബിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പ്ലാറ്റേഴ്സാണ്, അതും ഞാനൊരു ഓർഗനൈസറിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷെൽഫിൽ ഞാൻ സെറാമിക് പ്ലേറ്റ്സാണ് വെച്ചിട്ടുള്ളത്. സൈഡ് പ്ലേറ്റ്സും മെയിൻ പ്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ റോഡിൽ കുറച്ച് ബൗൾസ്, ഡിഷസ് അങ്ങനെയുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി ഞാൻ ഇതിനകത്താണ് വെക്കാറ്. പിന്നെ നമ്മൾ പച്ചക്കറികൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇത് സംഭവം പിന്നെയും നമ്മളെടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഷെൽഫിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ 6 months മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സെറാമിക് ബൗൾസും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടി സെറാമിക് ബൗൾസും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൈനിങ് ഹാൾ ടൂർ കൂടെ ഇടാം. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത ഷെൽഫിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഓണിയൻ ഗാർലിക്കിൻ്റെയൊക്കെ കണ്ടെയ്നേഴ്സ് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കിനി നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ ഞാൻ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം അവിടെ. പിന്നെ ഈ ഒരു റോല് മൊത്തം നമ്മൾ മഗ്ഗാണ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴത്തെ റോല് ജഗ്, കുറച്ച് ഗ്ലാസ്സുകൾ, പിന്നെ കാസറോള് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫിൻ്റെ താഴത്തായിട്ട്
3 കമ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അതിലുള്ള ഒരെണ്ണം ഞാൻ മുകളിലോട്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണ്, കാരണം താഴെ എനിക്ക് ഗ്രൈൻഡർ വയ്ക്കാനായിട്ട്. പിന്നെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്, കാരണം കുറേ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ജാം വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലിഡൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് റിയൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ താഴത്ത് ഗ്രൈൻഡർ വെച്ചിട്ടുണ്ട്. ഗ്രൈൻഡർ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലേ എടുക്കുള്ളൂ. പിന്നെ എൻ്റെ ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ ബോക്സസ് പുതിയതായി വാങ്ങിച്ചതെല്ലാം ഞാൻ ഇവിടെയാണ് വയ്ക്കുക, കാരണം ഇവിടെയാണ് കുറച്ചും കൂടി പെട്ടെന്ന് എടുക്കാൻ ആക്സസിബിൾ ആയിട്ടുള്ളത്. പിന്നെ കുഷീൻ്റെ താഴെയായിട്ട് ഇതുപോലെ 4 ഡോറുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു സൈഡ് നമ്മൾ കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ള ജനലിൽ നമ്മൾ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഇൻറ്റീരിയറിന് മാച്ചായിട്ടുള്ള ബ്ലൈൻഡ്സാണ് നമ്മളവിടെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ കിച്ചൺ ടൂർ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ കിച്ചണാണ്. നമ്മുടെ കിച്ചൺ തന്നെ പുറത്തോട്ട് ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്, വാഷിംഗ് മെഷീനും ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ക്ലീനിങ് സാധനങ്ങളെല്ലാം വെക്കാറ്. പിന്നെ ഇവിടെ ഇതുപോലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, വാഷിംഗ് പൗഡറും പിന്നെ സോപ്പ് എക്സ്ട്രാ വരുന്നത് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കിച്ചൺ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് ഇടാറ്. ഇവിടെ നിന്ന് വെയിൽ വരാറുണ്ട്. പിന്നെ ഒണിയൻ ഗാർലിക് പൊട്ടറ്റോസ് എല്ലാം ഞാൻ ഇതുപോലെ ഓരോ ട്രേസിലാക്കിയിട്ട് പുറത്താണ് വെക്കുന്നത്. പിന്നെ വെക്കുന്നത് ചിരവയും പുറത്താണ് വെക്കാറ്. പിന്നെ ഈ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുള്ളത് മോളുടെ ഡയപ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാറ്. പിന്നെ ഒരു ഫ്രൂട്ട് ബൗൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ പുറത്താണ് വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കണക്ഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഡസ്റ്റ്ബിന്നും ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു ചെറിയ സ്പേസാണ്, ചെറുതാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്പേസ് ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന കംഫർട്ട്, പിന്നെ സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെക്കാറ്. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരു പോർഷൻ മൊത്തം നമ്മുടെ പ്ലംബിംഗ് വർക്ക് കാണുന്ന രീതിയിലായിരുന്നു. നമ്മളിത് ഡമ്മി വെച്ച് അടച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ വാഷിംഗ് പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രില്ലിട്ടതാണ്. ഇവിടെയും പിന്നെ വേറെ ബാൽക്കണിയിലും നമ്മൾ ഗ്രില്ലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇത് ഞാൻ 6 months മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൈനിങ് ടേബിൾ പൊട്ടി എന്നുള്ളത്. ഇത് പൊട്ടുന്നതിന് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.